ശങ്കരാടിയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. പക്ഷേ ആ വിവാഹം നടന്നില്ല. എനിക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു. കവിയൂർ പൊന്നമ്മയുടെ യഥാർത്ഥ ജീവിതം ഇങ്ങനെയാണ്. മലയാള സിനിമയിൽ അമ്മ വേഷം കൊണ്ട് ശ്രദ്ധേയയായ നടിയാണ് കവിയൂർ പൊന്നമ്മ. നായികയായി ചില കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് വളരെ കാലം പിന്നിടുന്നതിന് മുമ്പേ തന്നെ കവിയൂർ പൊന്നമ്മ അമ്മ വേഷം ചെയ്യാൻ ആരംഭിച്ചു. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ അമ്മ വേഷം കവിയൂർ പൊന്നമ്മയുടെ സിനിമാ ജീവിതത്തിലെ എന്നെന്നും ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങളാണ്. സിനിമയിലെല്ലാം കൊണ്ടും സന്തോഷവതിയായി ജ്വലിച്ചു നിന്നെങ്കിലും നടിയുടെ വ്യക്തി ജീവിതം അത്ര തിളക്കമുള്ളതായിരുന്നില്ല. നിർമ്മാതാവ് MK മണിസ്വാമിയാണ് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ്. 2011 മണിസ്വാമി മരണപ്പെട്ടു. തൻ്റെ വിവാഹ ജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങൾ പല അഭിമുഖങ്ങളിലും നടി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ തൻ്റെ ചെറുപ്പകാലത്ത് നടന്ന ചില സംഭവ വികാസങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കവിയൂർ പൊന്നമ്മ. തൻ്റെ 18-ാം വയസ്സിൽ നടൻ ശങ്കരാടിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു. എനിക്ക് 18 വയസ്സ്. അന്ന് ഞാൻ നാടകരംഗത്ത് സജീവമായിരുന്നു. ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശങ്കരാടി ചേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് സമിതിയിൽ എത്തിയത്. എനിക്ക് അങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സമിതി മുഴുവൻ ഞങ്ങൾ പ്രണയത്തിലാണ് എന്ന വാർത്ത വരുന്നു. അങ്ങനെ വിഷയം വീട്ടിലറിഞ്ഞു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽനോട്ടത്തിലായിരുന്നു KPAC. പാർട്ടി അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം നടന്നില്ല. പിന്നീട് എനിക്കൊരു പ്രണയമുണ്ടായി. ഞങ്ങൾ വിവാഹം കഴിക്കാൻ ഒരുങ്ങി. പേര് ഞാൻ പറയില്ല. അത് പിന്നീട് ഞാൻ മതം മാറണമെന്ന അവസ്ഥയിലെത്തി. അങ്ങനെ അതിൽ നിന്നും ഒഴിഞ്ഞു. കവിയൂർ പൊന്നമ്മ പറഞ്ഞു.